السلام عليكم ورحمة الله وبركاته. خلاصة الفقه 6. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. അടുത്ത അധ്യായം സവാലുൽ മവാനി വഉറൂലുഹ. നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള ചില പ്രതിബന്ധങ്ങളുണ്ട്. അത് താഴെ വിവരിക്കുന്നുണ്ട്. അത് നീങ്ങിപ്പോകലും അത് പുതുതാകലും അഥവാ പുതുതായി ഉണ്ടാവലും, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നന്നായി മനസ്സിലാക്കേണ്ടുന്ന മസ്അലകളാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഇദാ സാലത്ത് ഹാദിഹിൽ മവാനിഉ, നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ. ഏതൊക്കെയാണ് തടസ്സങ്ങൾ? അൽ കുഫ്റു, അവിശ്വാസം നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള ഒരു തടസ്സമാണത്. വൽ ജുനൂനു, ഭ്രാന്ത് മറ്റൊരു തടസ്സമാണ്. വസ്സിബാ, കുട്ടിയാവുക എന്നത് നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള ഒരു തടസ്സമാണ്. വൽ ഹൈളു, ആർത്തവരക്തമുണ്ടാവുക എന്നത്. വന്നിഫാസു, പ്രസവരക്തമുണ്ടാവുക എന്നത്. ഇതൊക്കെ നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയായി, അപ്പൊ അവന്റെ തടസ്സം നീങ്ങി. ഭ്രാന്തന് ഭ്രാന്ത് സുഖപ്പെട്ടു, അവന്റെ തടസ്സം നീങ്ങി. കുട്ടി അവന് പ്രായപൂർത്തിയായി, അപ്പോൾ അവന്റെ തടസ്സം നീങ്ങി. ആർത്തവരക്തക്കാരിയും പ്രസവരക്തക്കാരിക്കും അവരുടെ രക്തം നിലച്ചു, അപ്പോൾ അവരുടെ തടസ്സം നീങ്ങി. ഇങ്ങനെ തടസ്സങ്ങൾ നീങ്ങിയാൽ വബഖിയ മിനൽ വഖ്തി ഖദ്റു തക്ബീറത്തിൻ, സമയത്തിൽ നിന്ന് ബാക്കിയായതാനും. ഖദ്റു തക്ബീറത്തിൻ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള സമയം. എങ്കിൽ വജബത്തിൽ കസ്സലാത്തു, ആ നിസ്കാരം നിർബന്ധമാണ്. ഉദാഹരണ സഹിതം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാകും. അസറിന്റെ സമയം പ്രവേശിക്കുന്നത് 3:30 സങ്കൽപ്പിക്കുക. ഒരു സ്ത്രീക്ക് അവളുടെ നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള തടസ്സം ഉണ്ടായിരുന്നു, അഥവാ ആർത്തവരക്തക്കാരിയായിരുന്നു. അവളുടെ ആ തടസ്സം അഥവാ ആർത്തവരക്തം അത് 3:29 നിലച്ചു. അപ്പോൾ ളുഹറിന്റെ സമയത്തിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള സമയം അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. തടസ്സം നീങ്ങിയതിന് ശേഷം 1 മിനിറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കാരണം അസർ 3:30 അവളുടെ ഈ തടസ്സം നീങ്ങിയത് 3:29. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള സമയം ളുഹറിന്റെ സമയത്തിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ളുഹർ അവൾക്ക് നിർബന്ധമായി. അപ്പൊ ഏതായാലും അവൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല. 1 മിനിറ്റ് കൊണ്ട് അങ്ങനെ ശുദ്ധിയായിട്ട് ളുഹർ നിസ്കരിക്കല്. അപ്പൊ പിന്നീട് അവൾ അത് ഖളാ വീട്ടണം. ഏതായിരുന്നാലും അവൾക്ക് ആ നിസ്കാരം നിർബന്ധമായി. വല്ലത്തി ഖബ്ലഹ, ആ നിസ്കാരത്തിന് മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഇൻ കാനത് തുജ്മഉ മാഹാ, മുമ്പുള്ള നിസ്കാരം ഈ നിസ്കാരത്തോടുകൂടെ ജംആക്കപ്പെടുന്ന നിസ്കാരം ആണെങ്കിൽ. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ളുഹർ മാത്രമേ അവൾക്ക് നിർബന്ധമാകൂ. അതിന്റെ മുമ്പുള്ള നിസ്കാരം നിർബന്ധമില്ല. അതിന്റെ മുമ്പുള്ള നിസ്കാരം ഏതാണ്? സുബ്ഹാണ്. സുബ്ഹി നിസ്കാരം അവൾക്ക് നിർബന്ധമാകൂല. കാരണം സുബ്ഹി ളുഹറിന്റെ കൂടെ ജംആക്കപ്പെടുകയില്ല. മനസ്സിലായല്ലോ? അതേ സമയത്ത് മറ്റൊരു ഉദാഹരണം പറയാം.
മഗ്രിബിന്റെ സമയം പ്രവേശിക്കുന്നത് 20 എന്ന് സങ്കൽപ്പിക്കുക. ഒരു സ്ത്രീയുടെ പ്രതിബന്ധമാകുന്ന ആർത്തവം 6:19 നിലച്ചു. അപ്പോൾ അസറിന്റെ സമയത്തിൽ നിന്നും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാനുള്ള ഒരു സമയം അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അസർ അവൾക്ക് നിർബന്ധമാണ്. അസർ മാത്രമല്ല, അസറിന്റെ മുമ്പുള്ള നിസ്കാരമാകുന്ന ളുഹറും അവൾക്ക് നിർബന്ധമായി. കാരണം ളുഹർ അസറിന്റെ കൂടെ ജംആക്കപ്പെടുന്ന നിസ്കാരമായതുകൊണ്ട്. ഇതേപോലെ ഇശാഇന്റെ സമയം പ്രവേശിച്ചതിന് ശേഷമാണ് ഒരു സ്ത്രീയുടെ ആർത്തവം നിലക്കുന്നത് എങ്കിൽ ഇശ മാത്രമല്ല അവൾ ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കേണ്ടത്. അവൾക്ക് ഇശ നിർബന്ധമാകുന്നത് പോലെ തന്നെ ഇശാന്റെ മുമ്പുള്ള മഗ്രിബും നിർബന്ധമാവും. കാരണം മഗ്രിബ് ഇശാന്റെ കൂടെ ജംആക്കപ്പെടുന്ന നിസ്കാരമായതുകൊണ്ട്. ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന മസാലകളാണ്. നിസ്കാരത്തിൽ വളരെ കണിശത പുലർത്തുന്ന സ്ത്രീകളടക്കം ഇത് അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ അസറിന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ അവൾ അസർ മാത്രമേ ശുദ്ധിയായതിനു ശേഷം നിസ്കരിക്കൂ, ളുഹർ നിസ്കരിക്കുകയില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവര് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന മസലയാണ്. പുരുഷന്മാർ നമ്മുടെ സ്ത്രീകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മറ്റൊരു മസ്അല, വലൗ അദ്റക, ഒരാൾ എത്തിച്ചാൽ മിനൽ വഖ്തി, നിസ്കാര സമയത്തിൽ നിന്നും, ഖദറൽ ഫർളി, ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള സമയം എത്തിച്ചാൽ, സുമ്മ, അതിനുശേഷമാണ് അറളൽ മാനിഉ, ഈ പ്രതിബന്ധം ഉണ്ടായത് എങ്കിൽ, വജബത് തിൽക സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാണ്. അതിനും ഉദാഹരണം പറയാം. ളുഹറിന്റെ സമയം ആരംഭിക്കുന്നത് 12:30 സങ്കൽപ്പിക്കുക. ആ സമയത്ത് ഒരു സ്ത്രീക്ക് ആർത്തവരക്തല്ല. 12:30 അഥവാ ളുഹറിന്റെ സമയം പ്രവേശിക്കുമ്പോൾ ആർത്തവരക്തല്ല. 12:35 അവൾക്ക് ആർത്തവരക്തം തുടങ്ങി. എന്നാൽ അവൾക്ക് ആ ളുഹർ നിർബന്ധമാകും. കാരണം ളുഹറിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം ഫർള് മാത്രം എടുത്തുകൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, 5 മിനിറ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ടാണല്ലോ പിന്നെ പ്രതിബന്ധം അവൾക്കുണ്ടായിട്ടുള്ളത്. 5 മിനിറ്റ് ശരിക്കും വേണ്ടതില്ല, 3 മിനിറ്റ് ഉണ്ടായാലും ഫർള് മാത്രം എടുത്തുകൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പ്രതിബന്ധം ഉണ്ടാകുന്നത് എങ്കിൽ അവൾക്ക് ആ നിസ്കാരം നിർബന്ധമാകും. ഇത് സ്ത്രീകൾ മാത്രമല്ല, ഒരാൾ ആ ഓപ്പറേഷന്റെ ആവശ്യത്തിന് വേണ്ടി അയാളെ മയക്കുമരുന്ന് അയാളുടെ ബോധം കെടുത്താൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ചു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് 12 മണിക്കാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. ളുഹറിന്റെ സമയം പ്രവേശിക്കുന്നത് 12:30 അതുവരെയും അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ 12:35 അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ളുഹറിന്റെ സമയം പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നല്ലോ എന്ന് മാത്രമല്ല, ളുഹറിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം
ഫർള് എടുത്തുകൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയവും കഴിഞ്ഞിട്ട്, അഥവാ 5 മിനിറ്റും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായത്, പ്രതിബന്ധം ഉണ്ടായത്, ബുദ്ധി നഷ്ടപ്പെടുക എന്ന പ്രതിബന്ധം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് ളുഹർ നിർബന്ധമായി. അപ്പൊ ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ളുഹർ ഖളാ വീട്ടേണ്ടി വരും. ഈ മസ്അലകൾ നമ്മൾ നന്നായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി